1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയാർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. ഈ ശുഭക്കോനായിട്ട് നീ ഇത്ര വൃത്തിയായിട്ട വീഡിയോ അല്ലേ ഇട്ടത്? നിന്നോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ശുഭക്കോന ശരിയാകത്തില്ല. ഇപ്പൊ പത്രോസ് പാത്രികീസ വന്നിട്ട് ഒന്നിക്കൂടുതൽ മെത്രാന്മാരെ വാഴിച്ച് ഭദ്രാസനങ്ങളെ തിരിച്ചു. ആ ഭദ്രാസനങ്ങളെ തിരിച്ചതിന് 150-ാം വർഷമാണ്. ആ 150-ാം വർഷം നീയൊക്കെ നിന്ന് ആഘോഷിക്കല്ലേടാ അലക്സേ. സഭയുടെ ആധുനിക കാലത്തെ എല്ലാ വളർച്ചയ്ക്കും മുഖാന്തരമായിരിക്കുന്നതാണ് ആ മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് പറയുന്നത്. നിനക്ക് നാണമില്ല? നീ ഈ പ്രസംഗം പോസ്റ്റ് നീ വിളിച്ച് മത്തായിയോട് ചോദിക്കണം, എന്തിനാണ് പത്രോസ് പാത്രികീസ വന്ന് ചെയ്ത ആ കാര്യം തെറ്റാണെങ്കിൽ അതിന്റെ 150-ാം വാർഷികം എന്തിനാ നമ്മൾ ആഘോഷിക്കുന്നേ? അമ്മ ബലാത്സംഗം ചെയ്തതിന്റെ വാർഷികാരിലും ആഘോഷിക്കുവാടാ അലക്സേ. 1876 ജൂണിലാണ് മുളന്തുരുത്തി സുന്നഹദോസ്. അതിനുശേഷം 4-5 മാസം 5-6 മാസം 1877 876 ഡിസംബർ വരെ അദ്ദേഹം ഇവിടെ താമസിച്ച് ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ട്. 5-6 മാസം ഇവിടെ താമസിച്ചിട്ടും അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്ന ഉടമ്പടികൾ, രജിസ്റ്റേർഡ് ഉടമ്പടികൾ എഴുതി കൊടുക്കണമെന്ന് ഇടവകളോട് ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷ ഇടവകളും അത് ചെയ്യാൻ തയ്യാറായില്ല. ഈ ഒരു പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് തിരുമേനിയും ഇങ്ങനെ പൂർണ്ണമായും പാത്രിയാർക്കീസിന്റെ അധികാരത്തെ സ്ഥാപിക്കുന്നതിന്, അദ്ദേഹത്തിന്റെ കീഴിലേക്ക് ഈ സഭയെ മുഴുവനും കൊണ്ടുവരുന്നതിന്, മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഡയറക്റ്റായിട്ട് പാത്രിയാർക്കീസുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നതിന്, അതിനൊക്കെ പുലിക്കോട്ടിൽ തിരുമേനി വിഘാതമായി നിൽക്കുന്നതെന്ന് കണ്ടു. മുളന്തുരുത്തി സുന്നഹദോസ് മൂലം ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി പാത്രിയാർക്കീസ് ഏകപക്ഷമായി കൈക്കൊണ്ട ഒരു തീരുമാനമാണ്. വളരെ വ്യക്തമായി ഓർത്തിരിക്കണം, മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷം പാത്രിയാർക്കീസ് ബാബ സ്വീകരിച്ച കൈക്കൊണ്ട ഒരു നടപടിയാണ് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ളതും ഓരോന്നിനും പ്രത്യേകം മെത്രാപ്പൊലിത്തന്മാരെ, ദിവന്നാസ്യോസ് മെത്രാപ്പൊലിത്ത ഉണ്ട്, അതിന്റെ കൂടെ 6 മെത്രാപ്പൊലിത്തന്മാരെ കൂടെ എക്സ്ട്രാ വാഴിച്ചിട്ട് ദിവന്നാസ്യോസ് ഉൾപ്പെടെ ഓരോരുത്തരെയും ഓരോ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തന്മാരായി നിയമിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ കൽപ്പന നൽകുകയും ചെയ്തു. കൊല്ലം, തുമ്പമൺ, നിരണം, കോട്ടയം, കണ്ടനാട്, കൊച്ചി, അങ്കമാലി ഈ 6 മെത്രാന്മാരിൽ നിന്നും അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പാത്രിയാർക്കീസിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാമെന്ന് പറയുന്നതായ രജിസ്റ്റേർഡ് ഉടമ്പടി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ എഴുതി വാങ്ങിച്ചു. പാത്രിയാർക്കീസിന്റെ കൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയില്ല എന്നും യാതൊരു വ്യത്യാസവും അതിന് വരുത്തുകയില്ല എന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നതാണെന്നും എന്റെ ഇഷ്ടത്തിന് വിപരീതമായി, ഈ ഉടമ്പടിക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്താൽ തിരുമനസ്സിന് എന്നെ മുടക്കാൻ അധികാരമുണ്ട് എന്നും ഒക്കെ പറയുന്നതായ തീരുമാനങ്ങൾ അതിനകത്തുനിന്ന് എടുത്തു. മലങ്കര സഭയിൽ മലങ്കര മെത്രാപ്പൊലീത്തായുടെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ 7ആയി പാത്രിയാർക്കീസ് വിഭജിച്ചു. ഒരാലോചനയും കൂടാതെ. പാത്രിയാർക്കീസ് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം തിന്നിരുന്ന ആളുകളോടൊപ്പം കൂടി ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ പുലിക്കോട്ടിൽ ദിവന്നാസ്യോസിന് അതിനകത്ത് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ മുളന്തുരുത്തി സുന്നഹദോസിന്റെ ശേഷം വരുന്നതായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തനായിരുന്നു. മുളന്തുരുത്തി സുന്നഹദോസിന്റെ നിശ്ചയപ്രകാരമാണ് പുതിയ ഭദ്രാസന രൂപവൽക്കരണവും മെത്രാവാഴ്ചയും നടന്നതെന്ന് സുന്നഹദോസ് നടപടികളുടെയും തീരുമാനങ്ങളുടെയും വെളിച്ചത്തിൽ പറയുവാൻ സാധിക്കില്ല. പല അവസരങ്ങളിൽ നമുക്കൊരു ധാരണയുണ്ട്, മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷമാണ് അല്ലെങ്കിൽ മുളന്തുരുത്തി സുന്നഹദോസിന്റെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഭദ്രാസനങ്ങൾ വിഭജിച്ചതെന്നൊക്കെ. പുതിയ മെത്രാന്മാരിൽ ആരുടെയും വാഴ്ചയിൽ, പുതുതായിട്ട് 6 മെത്രാന്മാരെ വാഴിച്ചു, ആരുടെയും വാഴ്ചയിൽ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർ ദിവന്നാസ്യോസിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ആയിരുന്നു മെത്രാൻ വാഴ്ച നടത്തിയതെന്ന് പറയാൻ സാധിക്കില്ല. അറിഞ്ഞു കാണണം, പക്ഷെ സമ്മതമില്ലായിരുന്നു. 3 പ്രാവശ്യമായിട്ടാണ് 6 മെത്രാന്മാരെ വാഴിക്കുന്നത്. ഈ മെത്രാപ്പൊലിത്തന്മാരെല്ലാം നേരിട്ട് പാത്രിയാർക്കീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. എല്ലാ മെത്രാപ്പൊലിത്തന്മാരും ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയെ അനുസരിക്കുന്നുണ്ട്. അവരെല്ലാവരും മാർ ദിവന്നാസ്യോസിന്റെ അസിസ്റ്റന്റന്മാർ എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പരിശുദ്ധ പരിമള തിരുമേനി സെമിനാരി കേസിൽ ഹാജരായി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ വാഴിക്കുന്നതിന് മുമ്പ് നിരണം ഇടവയ്ക്ക് തനിച്ചൊരു മെത്രാൻ ഉണ്ടായിരുന്നതായി അറിവില്ല.
മലയാളത്തിൽ ആകമാനം ഒരു മെത്രാനാണ് ഉണ്ടായിരുന്നത്. മലങ്കരയ്ക്കെല്ലാം അധികാരമുള്ള ആ മെത്രാന്റെ കീഴിലാണ് എന്നെ വാഴിച്ചത്. മലങ്കരയെ നിരണം ഉൾപ്പെടെ 7 ഇടവകളായി വിഭജിച്ച് ആ 7 ഇടവകകളും അന്നും ഇന്നും മലങ്കരയിൽ ആകമാനമുള്ള അധികാരമുള്ള മെത്രാന്റെ കീഴിലാണ്. ഞാനൊരു മെത്രാപ്പൊലിത്തയാണ്, എപ്പിസ്കോപ്പ അല്ല. മലങ്കരയിൽ എല്ലായിടത്തും അധികാരമുള്ള മെത്രാൻ എന്ന് ഞാൻ പറഞ്ഞത് ദിവന്നാസ്യൂസ് മെത്രാപ്പൊലിത്തയെക്കുറിച്ചാണ്. ഞങ്ങളെ വാഴിച്ച ശേഷം ഞങ്ങളുടെ മേൽ അധികാരം നൽകുന്നതായി അദ്ദേഹത്തിന് സ്ഥാത്തിക്കോൻ കൊടുത്തില്ല. അദ്ദേഹം അസോസിയേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടും മുമ്പ് കൊടുത്ത സ്ഥാത്തിക്കോൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞത്. എന്നെ വാഴിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയത്. എല്ലാ ഇടവുകളും പൊതുപ്പെട്ട കാര്യങ്ങൾക്ക് മേലാവി ദിവന്നാസ്യൂസ് മെത്രാപ്പൊലീത്ത ആണെന്നും പരിശുദ്ധ പരിമള തിരുമേനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ മാത്രം നിൽക്കുന്നില്ല പാത്രിയർക്കീസിന്റെ അധികാരം. ഈ ഓരോ ഭദ്രാസനങ്ങൾ കഴിഞ്ഞ് ഭദ്രാസന വിഭജനം നടത്തി ഈ മെത്രാന്മാരിൽ നിന്നെല്ലാം നേരിട്ട് ഉടമ്പടി വാങ്ങിച്ചു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്കമാലി, കൊച്ചി, തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തന്മാർ കാലം ചെയ്തപ്പോൾ അവർക്ക് പകരം ആളുകളെ പട്ടം കൊടുത്ത് നിയമിക്കുവാനുള്ള അധികാരം പാത്രിയർക്കീസിനുള്ളതെന്നായിരുന്നു പാത്രിയർക്കീസിന്റെ അവകാശവാദം. അദ്ദേഹം കടവിൽ അത്താനാസ്യൂസിന് അയച്ച ഒരു കൽപ്പനയിൽ നിന്ന് അത് വ്യക്തമാണ്. പിന്നെയും മാർ ശിമോൻ ദിവന്നാസ്യൂസിന്റെ ഇടവകയും കൊച്ചി, യൂലിയോസിന്റെ ഇടവകയും തുമ്പമൺ വിധവകളായിരിക്കുകയാണല്ലോ. ഓരോ ഇടവകക്കാർ തങ്ങളുടെ മേൽപ്പട്ടക്കാരെ ഉണ്ടാക്കുവാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ അവർ ആ ആളിനെ തിരഞ്ഞെടുക്കുകയും സർക്കാർ രജിസ്റ്ററോടുകൂടി വരികയും ചെയ്യട്ടെ. നാം അവർക്ക് പട്ടം കൊടുക്കുമെന്ന് നിങ്ങൾ അവരെ അറിയിപ്പീൻ. മെത്രാസ്ഥാനം പ്രാപിക്കാനുള്ളവർ പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്ന രജിസ്റ്റേർഡ് ഉടമ്പടിയുമായി ചെല്ലുവാനാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര സഭയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ഭദ്രാസനങ്ങൾ വിഭജനങ്ങൾ ഭാവിയിൽ ഗുണമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഭദ്രാസന വിഭജനം നടത്തുവാനായിട്ട് സാധിച്ചു. പാത്രിയർക്കീസിന്റെ അധികാരം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഭരണകാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ മുളന്തുരുത്തി സിനോദോസും അതിനുശേഷമുണ്ടായിരുന്ന അനുബന്ധ സംഭവങ്ങളും കാണിക്കുന്നു. എന്നാൽ ഈ ഭദ്രാസന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനം മലങ്കര സഭയ്ക്കുണ്ടാകുന്നത് കാതോലിക്ക വാഴ്ചയോടുകൂടിയാണ്. 1912 ഓരോ മെത്രാപ്പൊലിത്ത വാസ്തവം പറഞ്ഞ ഈ മെത്രാപ്പൊലിത്തന്മാരുടെ ഏകനായക ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് പാത്രിയർക്കീസ് ബാവ ഓരോ ഭദ്രാസനങ്ങളെ ഉണ്ടാക്കുകയും മെത്രാന്മാരെ പുതുതായിട്ട് വാഴിക്കുകയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി മെത്രാച്ചന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് പിന്നീട് പാത്രിയർക്കീസിന്റെ അധികാരം പൂർണ്ണമായി മലങ്കര സഭയെ സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. 1900 വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നു. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയാലും മുടക്കേക്കാത്ത വേറെ മെത്രാച്ചന്മാർ ഇവിടെയുണ്ട്. അങ്ങനെ ഒന്നാണ് മുറിമറ്റത്തിൽ ഈവാനിയോസിനെ കാതോലിക്കായിട്ട് വാഴിക്കുന്നത്. അപ്പോ ഒരു മെത്രാച്ചനെ ഉണ്ടായിരുന്നെങ്കിൽ ആ മെത്രാച്ചനെ മുടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മലങ്കര സഭ വന്നേനെ. അങ്ങനെ വരുന്നില്ല. അങ്ങനെ വരുന്നതിന് വെറുതെ ഈ സ്വയം കൃത അനർത്ഥം എന്ന് തന്നെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ മെത്രാന്മാർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് പാത്രിയർക്കീസിനെ അനുസരിക്കുന്ന ഒരു വിഭാഗം മെത്രാപ്പൊലിത്തന്മാരുണ്ടെങ്കിൽ പാത്രിയർക്കീസിനെ അനുസരിക്കാത്ത വേറൊരു വിഭാഗവും മെത്രാപ്പൊലിത്തന്മാരുണ്ടാകും. 1912 മലങ്കരയിൽ കാതോലിക്ക സ്ഥാപനമുണ്ടാകുന്നു. ഭദ്രാസന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനങ്ങൾ ആ കാതോലിക്ക സ്ഥാപനത്തോടുകൂടി ഉണ്ടാവുന്നു. മുമ്പോട്ടുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ സംഭവങ്ങളായിട്ട് ഇതൊക്കെ മാറുകയാണ്. അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഇനിയുള്ള ചരിത്രമാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. 1875 പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ മലങ്കരയിലെത്തി. ഒരു പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ വരുന്നത് ആദ്യമായി 1875 ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല. കപ്പലിലേക്കാണ് വരേണ്ടത്. അത് ഇത്രയും നല്ല കപ്പലൊന്നുമല്ല. വളരെ കഷ്ടപ്പെട്ടു വേണം എത്താൻ. അദ്ദേഹം ഇവിടെ വന്നു. ഈ സഭയെക്കുറിച്ചൊക്കെ മനസ്സിലായി. പള്ളികളും സ്വത്തുക്കളും ഇവിടുത്തെ ആളുകളുടെ സമ്പത്തുമെല്ലാം കാണാനിടയായി. അദ്ദേഹം തീരുമാനിച്ചു ഈ മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളും എല്ലാം പൂർണ്ണമായും നമ്മുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരണം. അതിനുള്ള തന്ത്രം അദ്ദേഹം മെനഞ്ഞു. മുളന്തുരുത്തിയിൽ വെച്ച് അദ്ദേഹം വന്നത് 75
1876 പള്ളിയിലെ പ്രതിപുരുഷന്മാരെ വിളിച്ചു വരുത്തി. 1876 അവിടെ നടത്തിയ ആ ഒരു മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിക്കുന്ന അസോസിയേഷൻ യോഗം ആദ്യമുണ്ടാക്കിയത് ഈ പാത്രിക്കീസ് ബാവ വിളിച്ചു കൂട്ടിയതാണ്. 1876 ആരാണ് വിളിച്ചു കൂട്ടിയത്? പത്രോസ് മൂന്നാമൻ പാത്രിക്കീസ് ബാവ. അദ്ദേഹം മലങ്കര സഭയുടെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതാണ് ചരിത്രം. ഈ ചരിത്രത്തിനെതിരെ നിന്നിട്ട് കാര്യമില്ല. ഓർത്തഡോക്സുകാരായാലും ഈ സത്യം സമ്മതിച്ചേ മതിയാവൂ. ഞാൻ പാത്രിയർക്കീസ് കക്ഷിയിൽ ജനിച്ചവനാണ്, ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് സത്യം സത്യമല്ലാതെയാകുകയില്ല. അദ്ദേഹം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായോട് മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും ഒക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നാൽ മതി, പിന്നെ ഇവിടെ ആരും ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് അറിയിക്കുകയുണ്ടായി. നമ്മുടെ ആളുകൾ കൊടുക്കുമോ? മർത്തോമ കാര്യക്കട്ട കേസ് പറഞ്ഞാൽ പള്ളിക്കൊന്നും സ്വത്തുക്കൾക്കൊന്നും കേസ് വരില്ല, എല്ലാം നമ്മുടെ പേരിലേക്ക് എഴുതിയാൽ മതി. ലൗകിക അധികാരവും കൂടെ വേണം. മലങ്കര മെത്രാപ്പൊലീത്ത അത് കൊടുക്കാൻ തയ്യാറായില്ല. പാത്രിക്കീസ് ബാവ എന്തു ചെയ്തെന്നറിയാമോ? ഒന്നായി ഒരു ഭദ്രാസനമായി നിന്നിരുന്ന മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായിട്ട് അങ്ങ് തിരിച്ചു ഒറ്റയടിക്ക്. അത് 7 തെക്കുന്ന് തുടങ്ങാം. കൊല്ലം, തുമ്പമൺ, നിരണം, കോട്ടയം, കൊച്ചി, കണ്ടനാട്, അങ്കമാലി, ഇങ്ങനെ 7 ഭദ്രാസനങ്ങളായി. ഇവിടെ എത്ര മെത്രാപ്പൊലീത്തമാരുണ്ട് ഇപ്പോൾ? ഒരാൾ. 7 ഭദ്രാസനത്തിരിക്കുമ്പോൾ എത്ര പേര് വേണം? 7 പേര് വേണം. അങ്ങനെ 7 പേരെ വേണമെന്ന് പാത്രിക്കീസ് ബാവ തീരുമാനിച്ചു. ഒരു തെരഞ്ഞെടുപ്പോ യാതൊന്നുമില്ല. തനിക്കിഷ്ടപ്പെട്ട 4 പേരെ ആദ്യം പാത്രിക്കീസ് ബാവ മെത്രാപ്പൊലീത്തമാരാൻ വാഴിച്ചു. ഉടനെ നമ്മുടെ ആളുകൾ ചെന്ന് പാത്രിക്കീസ് ബാവയോട് പറഞ്ഞു, പൊന്നു തിരുമേനി ഇങ്ങനെ വാഴിക്കല്ലേ, ഒരു മെത്രാച്ചനെ പോറ്റാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. ഇപ്പം 4 വാഴിച്ചൊറ്റയടിക്ക്. അപ്പം എത്രയായി ആകെ? ഇനി വാഴിക്കല്ലേ, ചതിക്കല്ലേ, ഞങ്ങളെങ്ങനെ ഇവരെ പോറ്റും? ഇവർക്ക് സൗകര്യങ്ങളൊക്കെ വേണ്ടേ? പാത്രിക്കീസ് ബാവ അത് കേട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും 2 പേരെ വാഴിച്ചു, വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച്. പ്രിയപ്പെട്ടവരെ, 2 കാര്യം പാത്രിക്കീസ് ബാവ ചെയ്തു. ഒന്നായിരുന്ന മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി തിരിച്ചു. ഭരണ സൗകര്യാർത്ഥം എന്നാണ് പറഞ്ഞതെങ്കിലും എന്തായിരുന്നു ഉദ്ദേശം? ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ചു ഭരിക്കുക. അതിലെ മെത്രാച്ചന്മാരിൽ നിന്ന് ഈ ലൗകിക അധികാരം എഴുതി വാങ്ങുക. ഇതായിരുന്നു പാത്രിക്കീസ് ബാവായ ഉദ്ദേശിച്ച കാര്യം. വിശുദ്ധ കുർബാനയിൽ നമ്മളിങ്ങനെ ചൊല്ലുന്നത്, പട്ടക്കാരൻ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരണമേ. പാത്രിക്കീസ് ബാവ ചെയ്തത് നമുക്ക് വലിയ ഉപകാരമായി. കാലക്രമേണ 4 പേരെ വാഴിച്ചു, പിന്നെ 2 പേരെയും കൂടെ വാഴിച്ചു. അങ്ങനെ 2 പേരെ രണ്ടാമത് വാഴിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വാഴിച്ച ആ 2 പേരിൽ ഒരാളാണ് പരിമല തിരുമേനി.